ഹേയ് ചങ്ങായിമാരെ, Hey guys, വെൽക്കം ടു കരുവാണ്ടിൽ ബ്രദേഴ്സ്. yes. അതെ, ഇത് നമ്മുടെ പുതിയ യൂട്യൂബ് ചാനലാണ്. നമ്മളിപ്പോ രണ്ടാമത്തെ വീഡിയോ. ഫസ്റ്റത്തെ കിട്ടു നിങ്ങൾ കണ്ടായിരുന്നു വിചാരിക്കുന്നു. അതെ. ഇത് നമ്മുടെ രണ്ടാമത്തെ വീഡിയോ ആവാൻ പോവുകയാണ്. വേറൊന്നുമല്ല, നമ്മുടെ പുതിയ ഒരു അംഗമായ, അതായത് നമ്മുടെ പുതിയ കൂട്ടത്തിലൊരു അംഗമായിട്ടുള്ള നമ്മുടെ ആൾട്ടോ കേട്ടന്റെ വിശേഷങ്ങളുമായിട്ട് വന്നതാണ്. ഒരു യൂസർ റിവ്യൂ ആണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇവിടെ. അതെ, നമ്മൾ വാങ്ങിച്ച അത്ര ദിവസമായിട്ടുള്ളൂ. അന്നേരം നമ്മൾ വിചാരിച്ച ഒരു യൂസർ റിവ്യൂ ഇടാം. കാറിന്റെ അത്യാവശ്യം വണ്ടി ഓടി 1400 കിലോമീറ്റർ ഓടി. അന്നേരം നമുക്ക് അതിനെപ്പറ്റി നമ്മളെ രീതിയിൽ തന്നെ നമ്മളൊരു റിവ്യൂ ഇടാന്ന് വിചാരിച്ചല്ല. അതെ, നമ്മൾ ജസ്റ്റ് വാങ്ങിയിട്ട് ഇപ്പൊ 12 ദിവസം ആവുന്നേ ഉള്ളൂ. പക്ഷെ അതിനുള്ളിൽ നമ്മളൊരു 1200 കിലോമീറ്ററിന്റെ അടുത്ത് ഓടി. അപ്പോ 200 വരായിരുന്നു, 400. 1400. അപ്പോ കുറച്ച് യൂസ് ഉണ്ട് വണ്ടിക്ക്. അപ്പൊ അതിനനുസരിച്ച് നമ്മുടെ മൈലേജ് കാര്യങ്ങളും വണ്ടി നമ്മളോട് എങ്ങനെയൊക്കെ ഇണങ്ങിയിട്ടുണ്ടെന്നും ഒക്കെ നമ്മള് ഈ ഒരു വീഡിയോയിലോട്ട് പറയുന്നതായിരിക്കും. ഓക്കെ, വലിയ രീതിക്ക് വണ്ടി ഓടിക്കാൻ ഇഷ്ടം, പക്ഷെ വണ്ടിനെ പറ്റി വലിയ രീതിക്ക് പറയാൻ അറിയില്ല. പക്ഷെ നമ്മളെ രീതിയിൽ നമ്മൾ പറയുന്നതായിരിക്കും. അതെ, വണ്ടീന്റെ ടെക്നിക്കൽ വയസ്സുള്ള കാര്യങ്ങൾ അതൊന്നും ഇപ്പൊ നമുക്ക് വലിയ പിടുത്തമില്ല. പക്ഷെ നമ്മള് ഇനിയുള്ള വരുന്ന വീഡിയോസിലും എല്ലാം നമ്മൾ ഇതിനെപ്പറ്റി അപ്ഡേറ്റഡ് ആയിട്ട് കാര്യങ്ങൾ പറയുന്നതായിരിക്കും. നിങ്ങൾ വിചാരിക്കും നമ്മളിപ്പോ വണ്ടീന്റെ കാര്യങ്ങൾ വീഡിയോസ് ആണ്, അങ്ങനെ വിചാരിക്കരുത്. നമ്മൾ എല്ലാം ഉള്ള കണ്ടന്റ് നമ്മൾ കൊണ്ടുവരും. അതെ, ഇത് നമ്മുടെ വണ്ടിയുടെ യൂസർ റിവ്യൂ മാത്രമാണ്. അതെ, നമ്മളിതാ ഇന്നത്തെ വീട്ടിലെത്തി. അതെ, നമ്മളിത് സാധനങ്ങൾ വാങ്ങിക്കാൻ വന്നിരിക്കുന്നു. ക്രൈം പാർട്ട്ണർ കരുവാണ്ടിയിൽ വീട്ടിലെത്തിയിരിക്കുന്നു. നമ്മൾ കരുവാണ്ടിയിൽ വീട്ടിലെത്തിയിരിക്കുന്നു. അതെ, അപ്പൊ എന്തായാലും നമ്മളിന്നിപ്പോ അങ്ങോട്ട് പോണേ. നമ്മളിപ്പോ വെല്ലുമ്മക്ക് എണ്ണ പിടിക്കണം, ഹാർപ്പിക്ക് പിടിക്കണം. ഇതെല്ലാം വാങ്ങിച്ചിട്ട് നമുക്ക് കാർ റിവ്യൂ ചെയ്യാം ഗൈസ്. ഹായ്, സ്ഥലം നോക്കി അവസാനം സ്ഥലം കിട്ടി. ഇത് പുതിയ മോഡൽ ആൾട്ടോ കേട്ടൻ VXi പ്ലസ്. ഇതിനിപ്പോൾ 4 പേരിൻ്റെ വരുന്നത്. VXi പ്ലസ്, പിന്നെ ബേസ് മോഡലാണ് LXi. അതിൽ പിന്നെ LXiയിൽ വലിയ പവർ സ്റ്റിയറിംഗ് കാര്യങ്ങളൊന്നും ഇല്ല. ഇത് നമ്മൾ ടോപ്പ് എൻഡ് ആണ്. എന്നിട്ട് പറഞ്ഞോ അടുത്ത നമ്മളിപ്പോ റിവ്യൂ എടുക്കാൻ വന്നപ്പോ നമ്മൾ ഇനിയിപ്പോ പറയാനുള്ളത് നമ്മുടെ ഫ്രണ്ട് വ്യൂവിനെ പറ്റിയാണ്. ഫ്രണ്ടിൽ ഇപ്പോൾ വരുമ്പോൾ പ്രത്യേകിച്ച് ഫ്രണ്ടിൽ കാണാൻ പറ്റുന്ന നമ്മുടെ 2 ഹെഡ്ലൈറ്റ്സ് ഉണ്ട്, ലോഗോ ഉണ്ട്, ഒരു ഗ്രില്ലുണ്ട്. ഹെഡ്ലൈറ്റ്സ് വെച്ച് നോക്കുകയാണെങ്കിൽ ഹാലോജൻ ലൈറ്റ്സ് ആണ്. അത്യാവശ്യം നൈറ്റിൽ യൂസ് ചെയ്തപ്പോൾ ഉണ്ട്. അത്യാവശ്യം ലൈറ്റ് എല്ലായിടത്തും ത്രോ ചെയ്യുന്നുണ്ട്. പിന്നെ 2 ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്. പിന്നെ നമ്മുടെ ലോഗോ എവിടെയാണ് വരുന്നത്, ബാഡ്ജിങ്. പിന്നെ പണ്ടത്തെ ആൾട്ടോ സംബന്ധിച്ച് നോക്കുമ്പോൾ അടിപൊളിയല്ലേ ഇത്? അത്യാവശ്യം. അതെ, പണ്ടത്തെ ആൾട്ടോ നമുക്ക് അറിയാലോ, അത്യാവശ്യം സ്പേസ് ലോ ആണ്. അതെ, ലോ ആണ്. പക്ഷെ പഴയ മോഡലാണെങ്കിൽ നല്ല സ്പേഷ്യസ് ആണ്, പക്ഷെ ലോ ആണ്. ഇപ്പൊ ഉള്ള വണ്ടി നോക്കി കഴിഞ്ഞാൽ കുറച്ചൊരു അഗ്രസീവ് ആയിട്ടുള്ള ഒരു ഫീൽ ലുക്ക് ഉണ്ട്. ഓക്കെ, ഇവിടെ വലിയ ഗ്രില്ല് കാണാം. ഇത് നമ്മൾ ഹണികോം ഗ്രില്ലാണ് വരുന്നത്. ഇതിന്റെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് അതെ, ധാരാളം സ്പേസ് ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ട് എയർ ഇൻടേക്ക് ചെയ്യും. അപ്പോൾ അതിനനുസരിച്ച് നമ്മുടെ വണ്ടി ചൂടാവുന്നത് കുറയും. അപ്പോൾ നമുക്കിനി റൈറ്റ് സൈഡ് പ്രൊഫൈൽ നോക്കാം. സിദ്ധാർത്ഥ, ഓ എത്തി. ഓക്കെ, സൈഡിൽ മെയിനായിട്ട് പറയാം, നമുക്ക് ടയർ തുടങ്ങാം. ടയറിൽ ഇതിൽ വന്ന വീൽ ക്യാപ്പാണ്. ഇത് അത്യാവശ്യം എല്ലാ മോഡൽ വീൽ ക്യാപ്പ് തന്നെ വരുന്നത്. പക്ഷേങ്കിൽ നമുക്ക് എക്സ്ട്രാ ആഡ് ചെയ്യാം അലോയ്സ്. പക്ഷേ ഭയങ്കര റേറ്റ് ആണ്. ടോപ്പ് എൻഡിൽ അലോ വീൽസ് അവർ പ്രൊവൈഡ് ചെയ്യുന്നില്ല? ഇല്ല, അതെ പ്രൊവൈഡ് ചെയ്യുന്നത് ക്യാപ്പാണ്. പിന്നെ ഇതിൽ വരുന്നതെന്ന് വെച്ചാൽ ഇത് സൈഡ് ഗ്ലാസ് ഇങ്ങനത്തെ മോഡലാണ് വരുന്നത്. മറ്റേ മോഡലെന്ന് വെച്ചാൽ താഴത്തെ അതിൻ്റെ VXi LXi വരുന്ന സാധാ മറ്റേ സാധനമല്ലേ പണ്ടത്തെ എല്ലാം വരുന്നത്. ഇതിന്റെ പ്രത്യേകത എന്താ? ഇതിന്റെ പ്രത്യേകത ഇത് കുറച്ചുകൂടി ലക്ഷറി നല്ല സംഭവം. ഇതിനെന്തോ ഒരു ഹിഡൻ ഫീച്ചർ ഉണ്ടല്ലോ. ഫീച്ചർ എന്ന് വെച്ചാൽ ഒന്നുമില്ല, ഇത് ഇങ്ങോട്ടാക്കാം. പക്ഷെ ഒരാൾ തട്ടിപ്പോകും. ഇപ്പൊ നടക്കുമ്പോൾ ജസ്റ്റ് ഇങ്ങനെ തട്ടി ഇങ്ങോട്ട് പോയാൽ വണ്ടിയിലൊന്നും ആവില്ല. വണ്ടിക്ക് അപ്പൊ നല്ലതല്ല, വണ്ടിക്ക് ആ ഗ്ലാസിനൊന്നും പറ്റൂല. അതുകൊണ്ട് പിന്നെ മെയിൻ ആക്സറീസ് വരുന്ന വെച്ചാൽ ഒന്ന് വൈസർ വരുന്നുണ്ട്, സൈഡ് വൈസർ. പിന്നെ ഇത് സൈഡ് ബീഡിങ് വരുന്നുണ്ട്. പിന്നെ ഒരു നെഗറ്റീവ് എന്ന് പറയാനുള്ളതെന്ന് വെച്ചാൽ ഇതാണ്, ഇതിന്റെ ആന്റിന ഭയങ്കര വലുതാണ്. അതുമാത്രം നെഗറ്റീവായിട്ട് തോന്നിയിട്ടുള്ളൂ. ഇത്രയും വലിയൊരു ആന്റിനെ പ്രിഫർ ചെയ്യില്ല. അതെ, ഈ ഒരു ചെറിയ വണ്ടിക്ക് ഇത്ര വലിയ ആന്റിന, ഒരു ഷാർക്കിന്റെ ആന്റിനയിൽ ഇവർക്ക് ഇത് ഒതുക്കായിരുന്നു. അതെ. പിന്നെ ഇനിയിപ്പോ നമുക്ക് ലെഫ്റ്റ് പ്രൊഫൈൽ പ്രത്യേകിച്ച് പറയാനുണ്ടോ? സെയിം തന്നെയല്ലേ, എല്ലാം ഒരേപോലെ ഉള്ളൂ. ബാക്ക് പ്രൊഫൈൽ നോക്കാം.
പറഞ്ഞ സ്പോയിലർ വെച്ചിട്ടുണ്ട്. അതൊരു ആക്സറീസാണ് സ്പോയിലർ. ഇതൊരു ആക്സറീസ് ആണ്. എക്സ്ട്രാ ചെയ്തതാണോ? എക്സ്ട്രാ ചെയ്തതാണ്. ഓക്കെ, എക്സ്ട്രീന്റെ ഇതിൽ വരുന്നല്ലേ? അതെ. പിന്നെ ഇനി ക്യാമറ വരുന്നുണ്ട്. ക്യാമറ എന്ന് വെച്ചാൽ ഡ്രീം സീരീസ് എന്ന് പറഞ്ഞ സംഭവങ്ങളുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഇറക്കുന്ന ഒരു സീരീസ് ആണ് ഡ്രീം സീരീസ് എന്ന് പറഞ്ഞാൽ. ആ ഡ്രീം സീരീസ് തന്നെ ക്യാമറ വരുന്നുണ്ട് തോന്നുന്നു. അപ്പൊ ഇത് എക്സ്ട്രാ ചെയ്തതല്ല, എക്സ്ട്രാ ചെയ്ത് തന്നെ ആ ഡ്രീം സീരീസ് എടുത്തുകൊണ്ട് ക്യാമറ കിട്ടി. അപ്പൊ ടോപ്പ് എൻഡിൽ ക്യാമറ ഇല്ല, ടോപ്പ് എൻഡ് ക്യാമറ ഇല്ല. അപ്പൊ എന്താണ് ഈ ടോപ്പ് എൻഡ് ഇവർ ഉദ്ദേശിക്കുന്നത്? ടോപ്പ് എൻഡ് എന്ന് വെച്ചാൽ സെൻട്രൽ ലോക്ക് അങ്ങനത്തെ പരിപാടിയെല്ലാം വരുന്നുണ്ട്. പക്ഷെ അത് കാണിച്ചു തരാം. അപ്പോൾ ബാക്ക് പ്രൊഫൈലിൽ ഇപ്പം പ്രത്യേകിച്ച് കാര്യങ്ങൾ വേറൊന്നും പറയാനില്ല. നമുക്ക് ഇവിടെ കാണാം ബാഡ്ജിങ് ഉണ്ട് സുസുക്കിയുടെ, പിന്നെ ആൾട്ടോ കേട്ടൻ എന്നുള്ളൊരു ബാഡ്ജിങ്ങും ഉണ്ട്. വേറെ കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെയുള്ളത് ക്യാമറ പറഞ്ഞ പോലെ ചെയ്തതാണ്, ഡ്രീം സീരീസിൽ ചെയ്തതാണ്. പിന്നെ നമ്മുടെ ഇതുണ്ട്, നമ്പർ പ്ലേറ്റ് ഉണ്ട്, ഒരു ബാക്ക് ലൈറ്റ് ഉണ്ട് ഇവിടെ. പിന്നെ അത്യാവശ്യം വലിയ ഗ്ലാസ് ഒക്കെ തന്നെയാണ്. പിന്നെ നമ്മുടെ ബാക്ക് ലൈറ്റ്സ് ആയാലും എല്ലാം അത്യാവശ്യം അതുണ്ട്. അതെ, നമ്മൾ ഈ വീഡിയോയിൽ പിന്നെ കുറച്ച് കാര്യങ്ങൾ ഉൾപ്പെടുന്ന വെച്ചാൽ നമ്മളെ പോസിറ്റീവും നെഗറ്റീവും വണ്ടിക്ക് വരുന്ന സംഭവങ്ങൾ പറയും. നമുക്ക് മറ്റേ സിൻസിയറായിട്ട് നമ്മൾ പറയും. അത്യാവശ്യം നല്ല സ്പേസുള്ള ബൂട്ടാണ് വന്നിരിക്കുന്നതിന്. പിന്നെ ഒരു സ്പെയർ വീൽ ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽ. ടൂൾസും കാര്യങ്ങളും ഉണ്ട്. അത്യാവശ്യം നീറ്റ് ആണല്ലേ? അതെ. പിന്നെ അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. നല്ല സ്പേസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിനി ഇന്റീരിയറിനെ പറ്റി സംസാരിക്കാം. ഓക്കെ, എക്സ്റ്റീരിയർ കണ്ടു കഴിഞ്ഞു, ഇനി ഇന്റീരിയർ. കം ഓൺ, ലെറ്റ്സ് ഡു. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മളിവിടെ കാണുന്നത് നമ്മുടെ ഡോർ പാനലാണ്. ഡോർ പാനലിൽ ഇപ്പോൾ നമുക്ക് ഇവിടെ ഒരു വാട്ടർ ബോട്ടിൽ ഹോൾഡർ ഉണ്ട്. പിന്നെ ചെറിയൊരു സ്പേസ് ഇവിടെ ഉണ്ട്. ഇവിടെ നമുക്കറിയില്ല സാധാരണ ഒരു സ്പേസ്. പിന്നെ നമ്മുടെ ഹാൻഡിൽ വരുന്നുണ്ട്, ലോക്ക്. ഇവിടെ കണ്ണാടി പുറത്തുള്ള മിറേഴ്സ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ലിവർ ഉണ്ട് ഇവിടെ. പിന്നെ സ്പീക്കർ വരുന്നുണ്ട്. അതെ, നമ്മുടെ സ്പീക്കർ വരുന്നുണ്ട്. ഓക്കെ, എങ്ങനെയുണ്ട് ബാക്കിൽ സ്പേസും കാര്യങ്ങളിലും? ബാക്കിൽ നമുക്ക് 3 പേർക്ക് ഇരിക്കാനുള്ള സ്പേസ് ഉണ്ട്. നല്ല വിശാലമായിട്ടിരിക്കാം. ലെഗ് സ്പേസ് എങ്ങനെ? ലെഗ് സ്പേസ് ഇത്രയും നമുക്ക് ഡിസ്റ്റൻസ് ഉണ്ട്. അത്യാവശ്യം മുന്നിൽ ബാക്ക് ഫ്രണ്ടിലുള്ള നമ്മുടെ ഡ്രൈവർ കുറച്ചുകൂടെ ഹൈറ്റിലുള്ള ആൾ തന്നെയാണ്. അപ്പോൾ അയാൾക്കുള്ള ഒരു രീതിയിൽ നല്ല രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടും ഇത്രയും ഒരു വിരലിന്റെ അത്രയും. ഓക്കെ, ഡോർ പാനലിൽ പ്രത്യേകിച്ച് പറയാനുള്ളത് വരുന്നില്ല. പിന്നെ ഇതിലില്ലേ മറ്റേ ഓട്ടോമാറ്റിക് ഇല്ലല്ലേ? ഇല്ല, മാനുവൽ ആണ് നമ്മുടെ വിൻഡോസ്. അതൊരു നെഗറ്റീവ് ആയിട്ട് പറയാല്ലേ നമുക്ക് വേണമെങ്കിൽ? അതെ, VXi പ്ലസിൽ ഡ്രീം എഡിഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു മോഡൽ ആകുമ്പോൾ എല്ലാ ഡോറും പവർ വിൻഡോ ആയിരുന്നെങ്കിൽ അത്രയും കൊള്ളാവുന്നതായിരുന്നു, ബെസ്റ്റ്. ഇവിടെ ഇപ്പോൾ അവർ കൊടുത്തിട്ടുള്ളത് വെറും മാനുവൽ അഡ്ജസ്റ്റിംഗ് ആണ്. പിന്നെ നമ്മുടെ ഹാൻഡിലുണ്ട്, ലോക്ക് ഉണ്ട്. പിന്നെ സീറ്റ് കവേഴ്സിനൊക്കെ പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള സാധനം തന്നെയാണ്. നമ്മൾ എക്സ്ട്രാ ആഡ് ചെയ്തത് കമ്പനി തന്നെ എക്സ്ട്രാ ആഡ് ചെയ്ത സീറ്റ് കവേഴ്സ്. ഓക്കെ, പിന്നെ നല്ല കംഫർട്ടബിൾ ആണ്, നല്ല കുഷൻ തന്നെയാണ്. ഒരു ലോങ് ഡ്രൈവിനൊക്കെ പോകാൻ അത്യാവശ്യം നല്ല ഒരു സീറ്റൊക്കെ തന്നെയാണ്, പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. വലിയ ഗ്രോണപ്പ് ആയിട്ടുള്ള 3 പേർക്ക് ഇതിനകത്ത് സുഖമായിട്ട് ഇരുന്ന് പോകാൻ പറ്റും. വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. തൈ സപ്പോർട്ട് ഉണ്ട്, അത്യാവശ്യത്തിന് കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് ഡ്രൈവ് ചെയ്ത് നോക്കാം അല്ലേ? ഭയങ്കര വെയിൽ പുറത്ത്, അതുകൊണ്ട് ഇനി കാറിൻ്റെ ഉള്ളിൽ സംസാരിക്കാൻ തിരിച്ച്. മെയിനായിട്ട് നമ്മൾ ഫ്രണ്ടിൽ പറയാനുള്ളത് വെച്ചാൽ നമ്മളെ വലിയൊരു അത്യാവശ്യം ഇതിന് സൈസിനൊക്കെ അറിയില്ല, അത്യാവശ്യം വലിയൊരു ഇൻഫോർട്ടൈൻമെൻറ്റ് സിസ്റ്റം ഒക്കെ വരുന്നുണ്ട്. ഇതിൽ നമുക്ക് കാർ പ്ലേ ആയിക്കോട്ടെ, ആൻഡ്രോയിഡ് ഓട്ടോ ആയിക്കോട്ടെ എല്ലാം കണക്ട് ചെയ്യാൻ പറ്റും. അതിന് പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ എങ്കിൽ പണ്ടത്തെ നമ്മളെ വലിയ വണ്ടികളെ പോലെ സാധാ ബ്ലൂടൂത്ത് വരെ വൈഫൈ കണക്ട് ചെയ്യുന്നല്ലേ ഇത് മറ്റേ ഇത് തന്നെ വേണം. ഇത് കണക്ഷൻ വേറെ തന്നെ വേണം. ഇവിടെ ഓക്സ് കണക്ഷൻ, USB കണക്ഷൻ, പിന്നെ 12 വാട്ട് ചാർജർ, ഇവിടെ AC-ൻ്റെയും കാര്യങ്ങളെല്ലാം ഇവിടെ വരുന്നത്. പിന്നെ മെയിനായിട്ട് നെഗറ്റീവ് പറയാനുള്ളത് വെച്ചാൽ ബാക്കിലത്തെ 2 വിൻഡോ മാനുവലി നമ്മൾ തിരിക്കണം. ഇവിടെ മുമ്പിൽ മാത്രമേ 2 വിൻഡോ ഇത് വരുന്നുള്ളൂ. ഏത് താത്തലും മൊത്തിക്കലും പരിപാടികൾ വരുന്നുള്ളൂ. പിന്നെ ഇവിടെ AC-ൻ്റെ എല്ലാം പരിപാടികളും ഇവിടെയാണ്. പിന്നെ ഇതിൽ പറയാനുള്ളത് വെച്ചാൽ സ്റ്റിയറിംഗ് പറയാനുള്ളത് വെച്ചാൽ ഇവിടുത്തെ ഇൻഫോർട്ടൈൻമെൻറ്റ് സിസ്റ്റം ഫുൾ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത് സ്റ്റിയറിംഗ് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഫുള്ള് കോൾ ആയിക്കോട്ടെ, സിറി വരെ ഇതിൽ പരിപാടിയിലുണ്ട്. പിന്നെ നമുക്ക് ഇതിൽ അത്യാവശ്യം നല്ല ഡിജിറ്റലി വരുന്ന സ്പീഡോമീറ്ററും കാര്യങ്ങളും വരുന്നുണ്ട്. പക്ഷെ ബേസിക്കാണ് വലിയ ഞാൻ കുറേ നോക്കിയായിരുന്നു കളർ ചേഞ്ച് ചെയ്യാനല്ലോ. പക്ഷെ കളർ ചേഞ്ച് ചെയ്യാൻ പറ്റുന്നില്ല. ഈ ഓറഞ്ച് തന്നെ ഉണ്ടാവുക.
അത്യാവശ്യം നൈറ്റ് എല്ലാം പോകുമ്പോൾ വെച്ചാൽ കുറച്ച് ബുദ്ധിമുട്ട് തന്നെയാണ് ഇത് സംഭവം. വെച്ചാൽ ലൈറ്റ് ഭയങ്കര കണ്ണിലടിക്കുന്നതും പരിപാടിയെല്ലാം ഉണ്ട്. പിന്നെ രണ്ടാമത്തെ നെഗറ്റീവ് പറയാന്ന് വെച്ചാൽ നമ്മളെ നൈറ്റ് ഡ്രൈവ് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഗ്ലാസ് ഇല്ലേ, ഈ ഗ്ലാസ് അത്യാവശ്യം എല്ലാ ലോ എൻഡ് മോഡൽ വരെ വരുന്ന സംഭവം എന്ന് വെച്ചാൽ പണ്ടത്തെ എല്ലാം വരുന്ന സംഭവം വെച്ചാൽ ഈ ഗ്ലാസ് മാറ്റാൻ പറ്റും. മാറ്റിയിട്ട് ലൈറ്റ് അടിക്കാത്ത രീതിയിൽ കണ്ണിലടിക്കാത്ത രീതിയിൽ പരിപാടി എന്തോ സംഭവങ്ങളുണ്ട്. ഇവിടെ ഒരു സ്വിച്ച് ഉണ്ടാകലുണ്ട്. പക്ഷേ എങ്കിൽ ഇതിന് മാത്രം അത് വന്നിട്ടില്ല. അതും ടോപ്പ് എൻഡ് മോഡൽ ലൈറ്റ്, അതൊരു നെഗറ്റീവായിട്ട് എനിക്ക് ഭയങ്കര തോന്നിയിട്ടുണ്ട്. പിന്നെ രണ്ടാമത്തെ നെഗറ്റീവ് ഞാൻ പറഞ്ഞ പോലെ സെൻട്രൽ ലോക്ക് എന്ന് വെച്ചാൽ VXi ഇനി വരെ സെൻട്രൽ ലോക്ക് വരുന്നില്ല. VXi പ്ലസിന് കീലും വരുന്നുണ്ട്, സാധാരണ മറ്റേതും വരുന്നുണ്ട്. പിന്നെ ഇതിന് 4 AC വെൻസ് വരുന്നുണ്ട്. പിന്നെ ഇത് നമ്മളെ ഗ്ലാസ്, പുറത്തുള്ള ഗ്ലാസ് മെയിൻറ്റെയിൻ ചെയ്യുന്ന വെച്ചാൽ മാനുവലി ആണ്. അതിനും ഓട്ടോമാറ്റിക് സിസ്റ്റവും കാര്യങ്ങളൊന്നുമില്ല. ഇപ്പം ആൽട്ടോ കേട്ടൻ്റെ ഇന്ത്യയിൽ ഇങ്ങനെയാണ്. അത്യാവശ്യം പണ്ടത്തെ സംബന്ധിച്ചൊക്കെ എനിക്ക് അത്യാവശ്യം അടിപൊളിയായിട്ട് തോന്നിയത്. പക്ഷെ ഇവരെ കുറച്ച് ഇവർ ടോപ്പ് എൻഡ് ആയിട്ടും കുറേ കാര്യങ്ങൾ സെറ്റാക്കിയില്ല. അതാണ് കാരണം. ഈ സെൻട്രൽ ലോക്ക് ഇതിനുണ്ട്, പക്ഷെ ഇതിൻ്റെ ചെറിയ മോഡലൊന്നും വരുന്നില്ല. പിന്നെ വിൻഡോയും കാര്യങ്ങളെല്ലാം ഇവർക്ക് ഓട്ടോമാറ്റിക് ആക്കായിരുന്നു. അതും പിന്നെ ഈ ഗ്ലാസിൻ്റെ അതെല്ലാം ഭയങ്കര നൈറ്റ് വിഷൻ ഭയങ്കര പ്രശ്നമാണ് ഈ സംഭവം കൊണ്ട്. ഈ സംഭവം ബാക്കിൽ വണ്ടി നല്ല രീതിക്ക് ബ്രൈറ്റ് ലൈറ്റ് അടിക്കും, നമ്മളെ കണ്ടില്ല അടിക്കുന്നത് ഫുൾ. അങ്ങനത്തെ കുറേ പ്രശ്നങ്ങളുണ്ട്. എന്താ എനിക്ക് തോന്നുന്നേ ഇന്റീരിയറിൽ വെച്ച് നോക്കുമ്പോൾ? ഇന്റീരിയർ നല്ല ഇന്റീരിയർ തന്നെയാണ്. കാരണം നല്ല സ്പേഷ്യസ് ആണ്. ഇപ്പോൾ ഫ്രണ്ടിലായാലും ബാക്കിലായാലും നല്ല സ്പേഷ്യസ് ആണ് ഇരിക്കാൻ. പാസഞ്ചേഴ്സിന് ഒരു ബുദ്ധിമുട്ടൊന്നും ഇല്ല. കംഫർട്ടബിൾ സീറ്റ്സ് ആണ്. വേറെ AC ആയാലും നല്ല കൂളിംഗ് ഉണ്ട്. ബാക്കിൽ നല്ല കൂളിംഗ് ഇല്ലേ? അതെ അതെ. ബാക്കിൽ നല്ല കൂളിംഗ് ഉണ്ട്. 4 വെൻസേ ഉള്ളൂ. പിന്നെന്താ പറയണ്ടേ, നമുക്കൊരു ലൈറ്റ് ഇവിടെ വരുന്നുണ്ട്. അത് അത്യാവശ്യം ബേസിക് ആയിട്ടുള്ള സംഭവങ്ങൾ തന്നെയുള്ളൂ, വേറെ ഒന്നുമില്ല. ഈ പറഞ്ഞ പോലെ ഈ ഒരു കണ്ണാടിക്ക് ഈ ഒരു മിററിന് വേറെ പ്രത്യേകിച്ച് ഫീച്ചേഴ്സ് ഒന്നും ഇല്ല എന്നുള്ളൊരു നൈറ്റ് വിഷൻ നമ്മളെ ഭയങ്കര ഇതായിക്കളാണ്. ബാക്കിൽ ലൈറ്റ് അടിക്കുമ്പോൾ ആ ഒരു അഡ്ജസ്റ്റിംഗ് സംഭവം ഇല്ലാത്തത് ഒരു പോരായ്മ തന്നെയാണെന്ന് പറയാം. പിന്നെന്താ, 2 എയർ ബാഗ് വരുന്നുണ്ട്. അതാണ് ഇപ്പോൾ മെയിൻ ആയിട്ട് സംഭവം. അതെ, നമ്മൾ സേഫ്റ്റിയിൽ നോക്കുമ്പോൾ അത്യാവശ്യം ഇപ്പൊ അടിപൊളിയായിട്ട് വരുന്നുണ്ട് ഇത്. കാരണം 2 എയർ ബാഗ് വരുന്നുണ്ട്. പിന്നെ അത്യാവശ്യം നമ്മളെ മറ്റേ ബാക്കിലത്തെ 2 മാത്രമേ ഡ്രം ഉള്ളൂ, ബാക്കി ഡിസ്കാണ്, മുമ്പിലത്തെ ബ്രേക്ക്. പിന്നെ ഇപ്പൊ പറഞ്ഞു വരേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ എന്ന് പറയുന്ന പോലെ ഈ ഒരു വണ്ടിയിൽ ഫ്രണ്ടിലത്തെ 2 സീറ്റ് ബെൽറ്റ് മാത്രം പോരാ, ബാക്കിലത്തെ 3 സീറ്റ് ബെൽറ്റും കൂടി ഇട്ടാല് ഒരു വാർണിംഗ് സൈൻ ഉണ്ട്, ഒരു സൗണ്ട് അത് പോവുള്ളൂ. അത് ഇട്ടില്ലെങ്കിൽ ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ സൗണ്ട് വന്നു കഴിഞ്ഞാൽ അതങ്ങ് പോകും. പക്ഷെ അല്ലെങ്കിലും ഈ ഒരു സൗണ്ട് അടിച്ചുകൊണ്ടിരിക്കും. നമ്മൾ ഈ ഫ്രണ്ടിൽ മാത്രം ഇടാണ്ട് നിൽക്കുമ്പോൾ വരുന്നൊരു സൗണ്ട് ഇപ്പൊ നമ്മൾ ബാക്കിൽ ഇട്ടില്ലെങ്കിലും വരും. അപ്പൊ അതൊരു നല്ല കാര്യമായിട്ട് പറയാം. കാരണം സീറ്റ് ബെൽറ്റ് ഇട്ട് കഴിഞ്ഞാൽ എല്ലാവർക്കും സേഫ്റ്റി. നല്ല കാര്യം മാത്രമല്ല, അതിപ്പോ സപ്പോസ് നമ്മൾ ബാക്കിൽ ആളില്ലെങ്കിൽ പോലും അത് അടിക്കും, സൈൻ വാണിംഗ് അടിച്ചുകൊണ്ടിരിക്കും. അതൊരു പേടാണ്. അതെ, ഒരാൾ ഇരുന്നാൽ പോലും അടിക്കും. 3 ഇടണം എന്തായാലും. 3 ഇടണം. അപ്പം ഒരാൾ ഇരുന്ന് കഴിഞ്ഞാൽ ഒരാളിട്ട് ബാക്കി 2 വെറുതെ പ്ലഗ് ഇൻ ചെയ്ത് നോക്കേണ്ടി വരും. അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. പിന്നെ അത്യാവശ്യം മുമ്പിൽ 2 കപ്പ് ഹോൾഡറും ഒക്കെ സ്ഥലമുണ്ട്. പിന്നെ ഫോൺ കാര്യങ്ങൾ, പിന്നെ ഇവിടെ ഒരു ഇത് വരുന്നുണ്ട്, അത്യാവശ്യം സ്പേഷ്യസ് ആയ കാര്യങ്ങൾ വരുന്നുണ്ട്, പേപ്പേഴ്സ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം പണ്ടത്തെ സംബന്ധിച്ചൊക്കെ ക്വാളിറ്റി ഉണ്ട് അല്ലേ. ഒരു ലെതർ ഒരു മോഡൽ, ഇതൊരു ടെക്സ്ചർ ഉണ്ട്, പക്ഷെങ്കിൽ പ്ലാസ്റ്റിക് ആണ്, മെറ്റീരിയൽ പ്ലാസ്റ്റിക് ആണ്. അത്യാവശ്യം ക്വാളിറ്റി ഉണ്ട്, പ്രശ്നമൊന്നുമില്ല. പണ്ടത്തെ വെച്ചാല് മാരുതി കുറ്റം പറയുന്നല്ലേ, മാരുതിന്റെ പാവപ്പെട്ടവരെ ബെൻസാണ് മാരുതിന്റെ വണ്ടിയല്ലോ എല്ലാം പറഞ്ഞ. പണ്ടത്തെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഭയങ്കര ക്വാളിറ്റി കുറവാണ് ബോഡിക്കും കാര്യങ്ങൾക്ക്. പക്ഷേ ഇപ്രാവശ്യം ഈ വണ്ടി ഈ 2024 മോഡലിൽ അത്യാവശ്യം അടിപൊളിയാണെന്ന് പറയുന്നത് എല്ലാവരും. ഈ ഷിഫ്റ്റ് എല്ലാം വെച്ച് നോക്കുമ്പോൾ ഷിഫ്റ്റിനുള്ള 5 സ്റ്റാർ റേറ്റിംഗ് എല്ലാം വരുന്നുണ്ടെന്ന് പറയും ഗ്ലോബലി, അറിയില്ല, നോക്കാം. സോ ഗൈസ്, നമ്മളപ്പോ ഇന്റീരിയറിന്റെ കാര്യങ്ങളും വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു. ഇനിയിപ്പോ നമ്മുടെ പെർഫോമൻസും മൈലേജിന്റെ കാര്യങ്ങളൊക്കെ നോക്കാനും പറയാനും നമുക്ക് നമ്മുടെ ഹൈവേയിലേക്ക് പോവാം. അപ്പോൾ എല്ലാവർക്കും ഡൗട്ട് ഉണ്ടാവും ഇതിന്റെ മൈലേജും കാര്യങ്ങളും പ്രൈസ് എല്ലാം നമ്മളിപ്പോ റിവീൽ ചെയ്യാം. പ്രൈസ് എനിക്ക് ഇവിടെ റിവീൽ ചെയ്യാൻ വലിയ താല്പര്യമില്ല. കാരണം എന്ന് വെച്ചാല് നിങ്ങളാരും, എനിക്കൊരു ഉപദേശം തരാന്ന് വെച്ചാൽ നിങ്ങളാരും അതിന്റെ എക്സോറും പ്രൈസ് കണ്ടിട്ട് പോകാൻ നിൽക്കുക. ഓൺ റോഡ് പ്രൈസ് തന്നെ നോക്കി മനസ്സിലാക്കിയിട്ട് പോവുക. ഷോറൂം പോയിട്ട് അന്വേഷിച്ചിട്ട്. എൻ്റെ ഒരു ഒപ്പീനിയനിൽ ഈ വണ്ടി ഒരു 10ൽ ഞാനൊരു 7 റേറ്റിംഗ് കൊടുക്കാം. അത്യാവശ്യം പെർഫോമൻസിൻ്റെ ആയാലും അത്യാവശ്യം ഫാമിലി വെഹിക്കിൾ ആയാലും അത്യാവശ്യം അടിപൊളിയാണ്. അപ്പോൾ മൈലേജ് എന്ന് പറയുന്നത് എൻ്റെ ഒരു എക്സ്പീരിയൻസിലാണെങ്കിൽ ഒരു 1400 കിലോമീറ്റർ ഓടിച്ചൊരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ സിറ്റിയിൽ നമുക്ക് മാക്സിമം പോയാൽ 18 കിട്ടും. 18 മാക്സിമം. ഈസിയും കാര്യങ്ങളും ഇട്ട് നല്ല ബ്ലോക്കെല്ലാം വരുമ്പോൾ നിങ്ങൾ 18 പ്രതീക്ഷിക്കരുത്, ഞാൻ മാക്സിമം എന്ന് പറയുന്നത്. പിന്നെ ഹൈവേയിലെല്ലാം പിടിക്കുകയാണെങ്കിൽ എന്തായാലും ഒരു 24 to 29 ഞാൻ പറയും, അതിനുള്ളിൽ കിട്ടും, അത് ഷുവർ. ഓക്കെ,
നെക്സ്റ്റ് നമുക്ക് പെർഫോമൻസ് നോക്കാം. ഹൈവേ എത്താനായി നമ്മൾ ചോനാടം മാഹി ബൈപ്പാസ്. അപ്പോ ഇതാണ് നമ്മുടെ ബൈപ്പാസ്, മാഹി ബൈപ്പാസ്. ഇത് നമ്മുടെ കോഴിക്കോടേക്കുള്ള ഭാഗത്തേക്കാണ് പോകുന്നത്. നല്ല വ്യൂ ആയി ഇപ്പൊ ഇതിലൂടെ പോകുന്നത് കാണാന്. പെർഫോമൻസ് കാണിക്കുന്ന സമയമായി. ഒരു 0 to 80 കാണിക്കാം നമുക്ക് അല്ലേ? അതെ, ഇവിടെ ഇപ്പം പറ്റുന്നൊരു ലിമിറ്റ് ആണ് 80. നമ്മളെ 0 to 80 കാണിച്ചാൽ അതും വിത്തൗട്ട് AC ആണ്. ഇപ്പം കാണിക്കുന്നില്ല, നമുക്ക് നിർത്തിയിട്ട് കാണിച്ചാൽ. ഇപ്പൊ വലിയ ആവറേജ് നിങ്ങൾ നോക്കട്ടെ, 37 കാണിക്കും മൈലേജ്. അത് വെറുതെയാ, ഒരു 28 പ്രതീക്ഷിക്കാം എനിക്ക്. സ്റ്റിയറിംഗ് നല്ല സ്റ്റേബിൾ ആണല്ലേ? നമ്മള് വിചാരിക്കുന്ന പോലത്തെ ആൽട്ടോയിൽ ഇപ്പം മാരുതി അത്യാവശ്യം അടിപൊളി സെറ്റായി വരുന്നുണ്ട്. ഇപ്പൊ ഇതിന്റെ സർവീസ് ആയിരിക്കും എല്ലാം ഡൗട്ട്. ഇതിന്റെ സർവീസ് എന്ന് പറഞ്ഞാല് സംതിങ് ലൈക്ക് ഫസ്റ്റ് 1000, പിന്നെ 5000, പിന്നെ 10,000 കൂടുമ്പോഴാണ് സർവീസ് വരുന്നത്. അന്നേരം ഞാനിപ്പോ 1000 സർവീസ് ചെയ്തു. ഫ്രീ സർവീസാണ്, 3 സർവീസ് ഫ്രീ ആണ്. ഇവരെ സർവീസിങ്ങും ഇവരുടെ കാര്യങ്ങളും കുറച്ചും കൂടി മെച്ചപ്പെടുത്താന്നുള്ള തോന്നലൊക്കെ ഉണ്ട്. കാരണം കുറച്ചുകൂടി പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, അതിന്റെ കാര്യത്തിലും പറയാൻ. ബാക്കി വണ്ടി വെച്ചോക്കും അടിപൊളിയാണ്, പക്ഷെ ഇവരുടെ സർവീസും കാര്യങ്ങളും കുറച്ചുകൂടി മെച്ചപ്പെടുത്തണം എന്ന് എൻ്റെ ഒരു അഭിപ്രായമാണ്. ഗായ്സ്, അപ്പോൾ ഇതാണ് നമ്മൾ പറഞ്ഞ മാഹി പെട്രോൾ പമ്പ്. മാഹി പെട്രോൾ പമ്പ് ഇൻ ബൈപ്പാസിലുള്ള പോകുന്നവർക്ക് പെട്രോൾ അടിക്കാൻ മാഹിയില് 13-14 ഉറുപ്പ്യ വ്യത്യാസം വരുന്ന പെട്രോൾ. 0 to 80 ആണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, 0 ആയി. AC ഓഫ് ആക്കി. സെക്കൻഡ് ഗിയറിൽ 55, തേർഡ് ഗിയറിൽ 75. ഓക്കെ, ഫോർത്ത് ഗിയർ ആകുമ്പോഴത്തേക്ക് 80 പിടിച്ചു. ജസ്റ്റ് ഫോർത്ത് ഗിയർ മാറ്റിയതേ ഉള്ളൂ. ഹൈവേയിൽ വെച്ചാൽ 80 മാക്സിമം ആണ്, അതുകൊണ്ട് ആ ഒരു ലിമിറ്റ് പോവാം. കാരണം ഈ മാഹി ബൈപ്പാസ് ഹൈവേയിൽ അത്യാവശ്യം നല്ല രീതിക്ക് കണ്ടുകൂട്ടി അത്യാവശ്യം നല്ല രീതിക്ക് ആക്സിഡന്റ് നടക്കുന്നതാണ്. അതുകൊണ്ട് എല്ലാവരും നോക്കി പോവാം. കാരണം നമുക്ക് എപ്പോഴും കൺട്രോൾ കിട്ടണമെന്നില്ല വണ്ടിക്ക്. ഓക്കെ, ബി സേഫ്. ഓക്കെ, 70 to 80 സ്പീഡിൽ പിടിച്ചു കഴിഞ്ഞാൽ എക്കണോമി മോഡായിരിക്കും അല്ലേ? നല്ലൊരു മൈലേജ് കിട്ടാനുള്ള, ആ പറഞ്ഞ മൈലേജ് ഒക്കെ കിട്ടാനുള്ളൊരു വകുപ്പുണ്ട്. നമ്മൾ ഹൈവേ പോയി നമ്മൾ കാണിച്ച ആ വീഡിയോ ഇട്ടില്ല നമ്മളിപ്പോ, ആ വീഡിയോ ഇതിലിടാം, അടുത്ത ക്ലിപ്പിലിടാം. നമ്മൾ നമുക്ക് കിട്ടിയ മൈലേജ് ഹൈവേ കേരി മുതൽ ആ പെട്രോൾ വരെയുള്ള മൈലേജ് നമ്മൾ ക്ലിപ്പ് ഇടാം. ഓക്കെ, 29 കിട്ടിയെന്ന് പറഞ്ഞാൽ അത്ര വലിയ കാര്യമല്ലേ? പക്ഷെ ആവറേജ് ആണ് പറയുന്നത് ഇവര്. കാരണം അത് നമുക്ക് ഇതിൽ കാണുന്നുണ്ടോ, ഇത് ഉപയോഗിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്നാലും ഇത് കാണിക്കുന്ന നമുക്ക് കാണിച്ചാൽ എന്തായാലും ഒരു 25 ഹൈവേ കിട്ടിയിട്ടുണ്ടാവും. ധാരാളം. ഇത്രയും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു കുഞ്ഞു വണ്ടി ആ ഒരു ചെറിയ പൈസക്ക്. ആർക്കും ഡൗട്ട് ഉണ്ടാവും മൈലേജിന്റെ കാര്യം. ഞാനിപ്പോ ഹൈവേയിൽ പെട്രോൾ പമ്പ് വരാൻ ഉപയോഗിച്ചത് 29.3 മൈലേജാണ് ഞാൻ കിട്ടിയത്. അപ്പോൾ അങ്ങനെ ഗായ്സ്, നമ്മുടെ വണ്ടിയുടെ വിശേഷങ്ങളുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മളിപ്പോൾ ഏകദേശം പറഞ്ഞു കഴിഞ്ഞു. ഇനിയിപ്പോൾ ഇതിൻ്റെ അപ്ഡേറ്റഡ് കാര്യങ്ങളൊക്കെ നമ്മൾ ഇനിയുള്ള അടുത്തുള്ള വീഡിയോസിലേക്ക് വരും. നമ്മുടെ ഇനി മുന്നോട്ടുള്ള ഒരു കൂട്ടാളിയാണ് ഇവൻ. അപ്പോൾ നമ്മുടെ എല്ലാ വീഡിയോസിലും ഇവൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ചാൻസ് എല്ലാം എന്തായാലും ഉണ്ടോ? നമ്മളെ രീതിയിലാണ് ഈ വീഡിയോ ചെയ്തത്. മറ്റേ നിങ്ങള് സാധാ ടെക് വീഡിയോസും മറ്റേ കാർ വീഡിയോസിലും കാണുന്ന പോലെ അത്ര സ്പെസിഫൈഡ് ആയിട്ട് കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. നമ്മളെ രീതിയിൽ നമുക്ക് അറിയുന്ന രീതിയിൽ നമ്മൾ പറഞ്ഞു ഒരു കാര്യങ്ങളല്ലേ. നമ്മൾ മുഖം ഇങ്ങനെ കാണിച്ചു തന്നു നിങ്ങൾക്ക്. ഇനി നമ്മൾ അപ്ഡേറ്റഡ് ആയിട്ട് ഇമ്പ്രൂവ് ചെയ്തിട്ട് നമ്മൾ പുതിയ പുതിയ വീഡിയോസ് ഇറക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ എപ്പോഴും കാർ വീഡിയോ പ്രതീക്ഷിക്കണ്ട. ഇനി അടുത്ത വേറെ ചലഞ്ച് വീഡിയോസ് വെയിറ്റിംഗ് ആണ് അല്ലേ, കമ്മിങ് സൂൺ. ഓക്കെ ഗൈസ്, അന്നേരം ഗുഡ് ബൈ അല്ലേ? അതെ, സൈനിങ് ഓഫ് ഗൈസ്, ബൈ ഫ്രം ദ ഫാമിലി.